അങ്ങനെ അവിടെ വെച്ച് പ്രശസ്ത ഇൻസ്റ്റാഗ്രാമർ ഇർഫാനത്തിനെ കാണാൻ കഴിഞ്ഞു. ഒരു നമ്മളെ പോലെ തന്നെ വലിയ മാറ്റമൊന്നുമില്ല, റീച്ചുള്ള ബുദ്ധിയില്ല. ഏയ് ഞാൻ അങ്ങനെ ചെയ്യും. അപ്പാണ് ലേറ്റും കത്തിച്ചൊരു സംഘം വരുന്നത്. ഞാൻ ക്യാമറ ഉണക്കി കൈറ്റുകൾക്ക് പൊലിവായി. ആ അങ്ങനെ എന്തിക്കോളൂ, ഞാൻ പോകും. അപ്പോഴാണ് കളർഫുൾ ഡ്രസ്സ് ഒക്കെ തനിച്ച് കുതിർത്ത് വരുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ഡ്രസ്സൊക്കെ ധരിക്കൽ ദാമ്പത്യ ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ള ഇവരാണ് ഉത്തമ ഭർത്താവും ഭാര്യയും. ഒരു ഏട്ടം നിർദ്ദലും മാച്ച് ആയിട്ട് നടക്കുന്നത്. ഇത് കസാലകളിലെ പോലെ വേറെ എന്തോ കളിയാണ്. മൂപ്പര് പോയത് പിന്നാലെ വേറെ രണ്ട് ആൾക്കാരാണ് എന്തൊക്കെയാണ് നടക്കുന്നത്. ഇനി നിങ്ങൾ കാണാൻ പോകുന്ന ഒരു യുവാവിന്റെ ആരും കാണാത്തൊരു കഴിവാണ്. ഇവനൊരു വെരിഫൈഡ് കഴിവേറി തന്നെ. അത് കഴിഞ്ഞപ്പോൾ നമ്മള് റസ്ബിനെ ഒരു പർദ്ദ മുറുക്കിട്ട് താത്താൻ പറ്റുന്നത്. പെട്ടെന്ന് ഞാനും വിചാരിച്ചു മജ്ലിസിനൂറ് മാറി കയറിയതാണ്. പിന്നെ മനസ്സിലായി നമ്മൾ അർഷിതാത്തേനെ. ഈ അർഷിതാത്ത ഒരു സംഭവം തന്നെ. പിന്നെ നമ്മളെ വാട്ടും പറ്റും തുടങ്ങി. കുറച്ചേരം കഴിഞ്ഞപ്പോൾ തന്നെ ക്രൗഡ് ഓടിയിട്ട് പോലീസ് ആട്ടി. പോരാട്ടം അവിടെ തന്നെ നിന്ന് പുറം പോളി. പിന്നെ പുറല്ലാട് കൂടി പോണ്ടി. അങ്ങനെ ക്ഷീണം തീർക്കാൻ വേണ്ടി ലേശം വെള്ളം കുടിക്കാൻ ഇറങ്ങി. എന്തായാലും കോസി കിട്ടുന്ന ചിറിച്ചാണ് വണ്ടി കൊണ്ട് വന്നോളൂ. ആ ഓൾക്കാരുള്ള ബുദ്ധിയല്ലോ. അങ്ങനെ പിന്നെ അവിടുന്ന് കുറെ കാലത്തിന് ശേഷം റിദ്വനെ കാണാൻ കഴിയും. വലിയ മാറ്റമൊന്നുമില്ല, പഴയ പോലെ തന്നെ ബുദ്ധിയില്ല. പിന്നെ ഇതാണ് അജ്മൽ. അജ്മൽ ഓരോ ദിവസം ഓരോ ലുക്കില്ല. കഴിഞ്ഞ ദിവസം അജ്മലിന്റെ ലുക്കാണ് നോക്കി. ഓനത് തൊപ്പുള്ള ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുന്നത്. ഈ അജ്മലിന്റെ ഒരു സംഭവം തന്നെ. അങ്ങനെ അതൊക്കെ പാടി കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും നല്ല നെയ്ച്ചോറൊക്കെ തിന്നു. പിന്നെ ഇപ്പൊ കാണാൻ ആറ്റിറ്റ്യൂഡ് കട്ട കൊടുക്കുന്ന സെമീർ. പക്ഷെ എന്റെ ആറ്റിറ്റ്യൂഡ് തള്ളക്ക് പറ്റിയിട്ടില്ല. അങ്ങനെ തനിച്ചൊക്കെ വണ്ടി കിടന്ന് ചെയ്തേക്കുന്നത്. അപ്പൊ ബാക്കി നാളെ